അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് മീൻസ് ഒരു 5-6 ആൾ ചേർന്നിട്ട് ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ വിളിച്ച് അത് അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ പുയിപ്പുണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് ഒരു കോലത്തിൽ എല്ലാവരും ഒരു സംഘമായിട്ട് ഒരാളെ മാത്രം ഒറ്റയ്ക്ക് വെച്ച്, അപ്പം നമ്മൾ ഒന്നും ചെയ്യാത്ത ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല, അതൊക്കെ നുണയാന്ന് പോലും പറയാൻ പറ്റാത്ത പോയിൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ടായിട്ട് പോലും എൻ്റെ നാവ് തളർത്തി വെച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം. എതിർകക്ഷികൾ എന്നെ വേദനിപ്പിക്കുന്നവർക്ക് അറിയാം ഞാൻ എന്ത് ചെയ്തു എന്നും അവരെന്താ ചെയ്യുന്നതെന്നും. അതുകൊണ്ട് ഞാൻ വായ അടക്കി വെച്ചിട്ട് കണ്ണീര് മാത്രം ഒഴുക്കി നിന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ശരിക്കും പറയാച്ചാൽ നമ്മളെ കയ്യിൽ എത്രയോ പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ എന്താ പറയുക, നമ്മളെ മനുഷ്യർ തന്നെ ഒന്നുമല്ലാത്ത കോലത്തിൽ കണ്ണീരിലാക്കിയിട്ട് നമ്മളെ എന്താ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഇറങ്ങി കച്ച കെട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അവസാനമായി. അപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ അള്ളാഹ് തന്ന ആയുസിൻ്റെ വലിപ്പം എന്ന് പറയാൻ ഞാൻ ഇന്നും ജീവനോടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു വക്കിന് ഞാൻ എത്തിയതായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഇപ്പം ആലോചിക്കുമ്പോൾ. കാരണം അന്ന് ഞാൻ ഒന്നും ചെയ്യാത്ത എന്നെ ഇത്രയും ചെയ്ത ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലും ഞാൻ അന്നും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ച റബ്ബിൻ്റെ ഭാഗത്ത് കുറ്റക്കാരിയല്ല. എന്നെ എത്രയോ വേദനിപ്പിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക? നമ്മൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്തിനെങ്കിൽ അതെന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യമായിട്ട് ഒരാളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കാനോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതെന്തായാലും തിരിച്ചു കിട്ടും. അത് അങ്ങനെയാണ് ഗൈസ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ മറച്ചു വെക്കാനോ എത്രയൊക്കെ മൂടി വെക്കാനോ എന്തൊക്കെ നോക്കിയാലും ആ മുകളിലുള്ള ശക്തി ഒക്കെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം അന്നുണ്ടെങ്കിൽ, പഠിച്ച റബ്ബിനൊന്നും ഓർത്തിനെങ്കിൽ അന്ന് എന്നെ ആ കണ്ണീരിൽ ആക്കാൻ ഒരാൾക്ക് ധൈര്യം വരില്ലായിരുന്നു ഗൈസ്. അത്രയും അങ്ങനെയൊക്കെ തളർന്നു നിന്ന ഒരു സമയം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ നീറി മരിക്കുക, നീറി ജീവിക്കുക, അതിലൊന്നും ഒരു അർത്ഥമില്ല ഗൈസ്. ഞാൻ പിന്നെ ഒരു കാര്യം വെച്ചാൽ എന്നെ ആരെന്ത് ചെയ്താലും ഞാൻ എന്താ പറയുക, നമ്മൾ മനസ്സിലിട്ട് നീറി ഒരുപാട് വേദനിച്ച് ജീവിക്കുന്നതിലും നല്ലത് ആ സമയം കൊണ്ട് നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുക്കുക ഗൈസ്. ക്ഷമിച്ച് കഴിഞ്ഞു, അതങ്ങ് വിട്ടു, പിന്നെ അത് ഓർക്കാണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എപ്പോഴൊക്കെയോ നമ്മൾ മനുഷ്യരല്ലേ, നമ്മളെ മനസ്സിലിങ്ങനെ വരും. എന്നാലും എന്നോട് അവിടെ എന്നെ ചെയ്തതിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യമാണെങ്കിലും അവിടെയുള്ള റിലേറ്റീവ്സ്, അവിടെയുള്ള ആൾക്കാർ, അവിടെ വന്ന് കയറിയ പെണ്ണൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നീ ആയിട്ടാണേ നമുക്കൊന്നും പറ്റൂല ഇത്രയൊന്നും സഹിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നിനക്കേ പറ്റുള്ളൂ, നമുക്ക് പറ്റേയില്ല, നമ്മളെയാണെങ്കിൽ എന്നേ ഓടിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്നോട്. സത്യം പറഞ്ഞാൽ അന്ന് അതിശയത്തിൽ എന്നെ കയറിയിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സമ്മതിക്കണം, നീ കുറേ അനുഭവിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ പെണ്ണ് ഉണ്ട് അവിടെയൊക്കെ. അപ്പം ഞാൻ പറയാം, നമ്മൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് ഒരാളെ ചെയ്യുകയാണെങ്കിൽ അത് ആവശ്യമില്ലാത്ത രീതിയിലാണെങ്കിൽ ആരെയും ചെയ്യാൻ പോവാത്തതാണ് ഗൈസ് നല്ലത്. നമ്മൾ ഓർക്കണം, നമ്മളെപ്പോലെയാണ്, അവരെ മനസ്സും വേദനിക്കും, സഹിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം, ഓർത്തെടുക്കണം. ആരെങ്കിലുമൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് അങ്ങനെ മനസ്സിലിട്ട് നീറി ജീവിക്കുന്നതിലും നല്ലത് ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നതാണ് ഗൈസ്. ഒഴിവാക്കുക. നമ്മൾ അവരെ മുമ്പിൽ എത്താണ്ട് നിൽക്കാൻ ശ്രമിക്കുക, നമ്മളവരെ ഓർത്തെടുക്കാണ്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മളെ വേണ്ടാത്തവരെ, നമ്മളെ ഇത്രയും ദ്രോഹിച്ചവരെ നമുക്കും വേണ്ട. അങ്ങനെ പേടി കൊണ്ടാണ് ഗൈസ്. ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ചാൽ പേടിയാണ്. എനിക്ക് അവരൊക്കെ കാണണ്ട, എന്നെ എന്തിനാ എത്രയൊക്കെ വേണ്ടൊക്കെ തന്നു, ഇനിയും വെറുതെ പോയിട്ട് എന്നെ കാണുമ്പോൾ പിന്നെയും വെറുതെ എന്താ പറയുക ഓരോന്നായിട്ട് എടുത്ത് ഇടുന്നതിലും നല്ലത് നമ്മൾ അവരെ മുമ്പിൽ പോവാണ്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ലൈഫ് നമ്മൾ ചിന്തിച്ച് ഓർത്തെടുക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഒരു വ്യക്തിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഗൈസ് എനിക്ക് ഒരു അതിശയമാണ്. കാരണം വെച്ചാൽ ഈ ഒരു 5-4 ആൾക്കാർ ഒരു കെട്ടായിട്ട് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും അത് തിരുത്തിയിട്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയാൻ എൻ്റെ നേർക്ക് ഇല്ലാത്തത് കൊണ്ട് സത്യം അന്ന് ഞാൻ പഠിച്ച റബ്ബിനോട് അത്ഭുതം തന്നെയാണ് എനിക്ക്. എന്തത്ഭുത
ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധി പോലും കൊടുത്തില്ല. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് എന്നെ എന്തായാലും ചെയ്തതിന് എന്തോ ശിക്ഷ അവർക്ക് തന്നെ കൊടുക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഒരു 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 ശതമാനം പോലും ഞാൻ അതിൻ്റെ നിന്ന് കുറഞ്ഞു വിശ്വസിക്കുന്നില്ല. അതങ്ങനെയാണ്. അതിന് വേണ്ടിയായിരിക്കാം ചിലപ്പം അവർക്ക് എന്നോട് അങ്ങനെ ഒരു സീനാക്കിയിട്ട് പടച്ചോൻ അങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. എന്തോ ഒന്ന് വലുത് വരാനുണ്ടാകും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വിശ്വാസം അതാണ് ഗൈസ്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യർ തന്നെയാണ്, വേറെ ആരുമല്ല, മറ്റാരും ആയിരിക്കില്ല. ചിലപ്പം നല്ലോണം ക്ലോസ് ആയിട്ട് അടുത്ത് ചേർത്ത് പിടിക്കേണ്ട ആളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. അപ്പം നോക്കിയും കണ്ടും നിൽക്കുക, ആരെയും ഓവറായിട്ട് വിശ്വസിക്കാൻ പോവാണ്ട് നിൽക്കുക. പിന്നെ എനിക്കൊരു ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും വടക്ക് സ്വഭാവം, ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നില്ല ഗൈസ്. ആരെന്ത് ചെയ്താലും പിന്നെയും അവരൊന്ന് വന്ന് ചിരിച്ച് സംസാരിച്ചാൽ ഞാൻ അവരിൽ വീണു പോവും ഗൈസ്. അതാണ് എനിക്ക് വേറൊരു എന്താ പറയുക, നല്ല അല്ലാത്തതെന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്നുമല്ല നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കാനില്ല. അവരെ സ്വഭാവം കാണിച്ചു, അവരങ്ങനെയാണ്. അപ്പം ഇനി നമ്മൾ കരുതി നിന്നോളുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അവരെ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കാരണവശാലും വിശ്വസിക്കേണ്ട. ചാൻസ് കിട്ടിയാൽ ഇനിയും ഗോളടിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് സമയം വേണമെങ്കിലും ഗോളടിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. കാരണം അവരെ ദുഷ്ടത ഒരു സമയം കണ്ടാൽ ഉറപ്പാണ്, ഒരു കാരണവശാലും അവരുടെ ഉള്ളിലുള്ള ആ ദുഷ്ട മനസ്സ് ഇനിയും പുറത്ത് വരും. അപ്പം അതിന് നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത്. നമ്മൾ ഒരുപാട് മാറിയിട്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തുള്ളിച്ചാടി മരിക്കേണ്ടി വരും ഗൈസ്. അതാണ് ജീവിതം. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.